എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതുവർഷത്തിലെ ആദ്യ ദിവസമാണ്. എല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ദിവസങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മധുര വിഭവമാണ്. ഇതിനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു മധുര വിഭവം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് മധുര വിഭവം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിൽ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. കൈമ റൈസിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ പച്ചരി ഇല്ലെങ്കിലും പച്ചരി പൊടി വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. ഇനി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർന്നു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അരിയുടെ കുതിർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു 350 ഗ്രാം അളവിലുള്ള ശർക്കര 1/2 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഉരുക്കി അരിച്ചെടുത്ത് കൂടെ വെക്കണം. കൂടെ തന്നെ ഇതുപോലൊരു ചെറിയ നാളികേരം ഒന്ന് തിരുമ്മി പാല് കൂടെ പിഴിഞ്ഞു വെക്കണം. അരി അരച്ചെടുക്കുന്നതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് അളവില് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കാനും പോകുന്നത്. അങ്ങനെ നമ്മൾ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ കുറുക്കിയെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് കട്ടിയായി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ അരിക്കുറുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുത്ത് തന്നെ വേണം ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത്രയും കട്ടിയായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ. ഇതിലേക്ക് ഉരുക്കിയ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അരിച്ചൊഴിച്ചാണ് എടുക്കേണ്ടത്. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. നമുക്കിതൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. പാനിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു കൂടി ചേർത്തിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. ഇനിയിപ്പോ ഇതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ അരി അരച്ച് കുറുക്കിയത് നല്ലതുപോലെ ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇതുപോലെ കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2ാം പാലും 1/2 ലിറ്റർ അളവിൽ തന്നെ ഉണ്ട്. ഇനി നമുക്കിതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2ാം പാലും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ലൂസായിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇപ്പോൾ വീണ്ടും ഒന്നും കൂടെ തിളച്ച് വരട്ടെ. അതായത് ഇതുപോലെ ഒരു ലൂസിലാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അരി ഇതുപോലെ അരച്ച് കുറുക്കി എടുക്കുന്ന സമയത്തും കൈവിടാതെ വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന പാത്രം നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് അലൂമിനിയം പാത്രം ആയതുകൊണ്ടിട്ടും ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായും വരും. ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ അരിക്കുറുക്ക് ഇവിടെ അരികിൽ നിന്നെല്ലാം നല്ല വണ്ണം തന്നെ ഒന്ന് നൊരി പൊട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല വണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 200 മില്ലി 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ കട്ടിയായിട്ടുള്ള പാലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പിന്നെ 1ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. ഇത്രയും ലൂസിലാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇപ്പോൾ ഒന്നും കൂടെ ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നാളികേരപ്പാലൊക്കെ ചേർത്ത് ഒന്ന് നീട്ടിയെടുക്കാവുന്നതാണ്. നമുക്ക് താളിപ്പ് ചെയ്തെടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 കപ്പോളം നാളികേരക്കൊത്ത് ചേർക്കാം. നാളികേരക്കൊത്തൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ കാഷ്യൂസ് ചേർക്കാം. ഒരു 10-12ഓളം റൈസിൻസ് കൂടെ ചേർക്കാം. നമുക്കിതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കുടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പായസത്തിലേക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കല്ലേ കേട്ടോ. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.